കഴിഞ്ഞ ദിവസം അമേരിക്കൻ സഹായം നിർത്തിയതോടുകൂടി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ നട്ടല്ലൊടിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമരം ഇപ്പോൾ ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നു. ഒരു വലിയ പണിമുടക്ക് അവിടുത്തെ ട്രെയിൻ ജീവനക്കാരാണ് പണിമുടക്കിയത്. ഇതുമൂലം പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ ഓട്ടം നിലച്ചിരിക്കുന്നു. അതായത് 25,000-ഓളം വരുന്ന റെയിൽവേ ജീവനക്കാരുള്ള ഒരു വലിയ റെയിൽവേ ശൃംഖല തന്നെയാണ് ഈ ബംഗ്ലാദേശിന് ഉള്ളത്. ഏതാണ്ട് 6.5 കോടി പേരാണ് ഒരു വർഷം ഈ റെയിൽവേ യാത്രയ്ക്ക് മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നത്. ഇവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണമെന്നും ശമ്പള വർധനവ് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ആരംഭിച്ചത്. സമരക്കാർ യുഎൻഎസുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. ബംഗ്ലാദേശ് റെയിൽവേ റണ്ണിംഗ് സ്റ്റാഫ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് സൈഫുദ്ദുർ റഹ്മാൻ പറയുന്നത് വിജയം വരെയും സമരം ചെയ്യുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ബംഗ്ലാദേശിൽ റെയിൽവേ നിശ്ചലമായിരിക്കുന്നു. ബസ്സുകൾ കൂടുതൽ ക്രമീകരിക്കുമെന്ന് യുഎൻ സർക്കാർ പറഞ്ഞെങ്കിലും ബസ്സുകളൊന്നും തന്നെ ക്രമീകരിച്ചില്ല. ഇതുമൂലം ബംഗ്ലാദേശിനുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടമാണ്. യാത്രക്കാരുടെ സാമ്പത്തിക നഷ്ടത്തിലേക്കാൾ ഉപരി തുറമുഖ നഗരമായ ചിറ്റഗോങ്ങിലേക്ക് ചരക്കുകൾ എത്തിക്കുന്ന ഈ ട്രെയിൻ മാർഗമായിരുന്നു. അതോടുകൂടി തന്നെ ചരക്ക് ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. ചിറ്റഗോങ്ങിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിനോടൊപ്പം തന്നെ ലോക ബാങ്കും ഏഷ്യൻ ബാങ്കും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ആശങ്കയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അമ്പയെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് എത്തിയിരിക്കുന്നു. സാമ്പത്തിക സഹായങ്ങൾ എല്ലാ വഴിക്കും അടഞ്ഞിരിക്കുന്നു. ഒപ്പം സ്വന്തം രാജ്യത്ത് തന്നെ ഈ അവശേഷിക്കുന്ന ചരക്കുകളെങ്കിലും നീക്കം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. ഗുഡ്സ് പാസഞ്ചർ ട്രെയിനുകളെല്ലാം തന്നെ നിശ്ചലമായിരിക്കുന്നു. വലിയൊരു പണിമുടക്ക്, അതായത് പുറത്തു നിന്നുള്ള പണി കൂടാതെ യുഎൻഎസിന് അകത്തു നിന്നുകൂടി പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ പ്രധാന കാമ്പും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.